നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കീം റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതി. പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് വാദം. തടസ്സഹർജി നൽകാൻ CBSE വിദ്യാർത്ഥികൾ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ റെയിൽവേ. ട്രെയിനുകളിൽ CCTV ഘടിപ്പിക്കും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിന് തീപിടിച്ച സംഭവം അട്ടിമറിയെന്ന് സംശയം. അപകടം നടന്ന സ്ഥലത്ത് ട്രാക്കിൽ വിള്ളൽ. അന്വേഷണം ഊർജിതമാക്കി റെയിൽവേ. ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. പാദങ്ങളിൽ പൂക്കൾ അർപ്പിക്കുന്നത് ആദരവിന്റെ ഭാഗമെന്നും ഗവർണർ. കാലുകഴുകൽ കേരള സംസ്കാരമല്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്നും മന്ത്രി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് രാഷ്ട്രപതി. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ഉജ്ജ്വൽ നിഗം, ഹർഷവർദ്ധൻ ശൃംഗ്ല, മീനാക്ഷി ജെയിൻ എന്നിവരും രാജ്യസഭയിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം. മരിച്ച പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശിയുടെ പരിശോധനാ ഫലം പോസിറ്റീവ്. പ്രദേശത്ത് കനത്ത ജാഗ്രത. പ്രവേശന നിയന്ത്രണം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നെഞ്ചുരോഗ വിഭാഗം പ്രവർത്തിക്കുന്നത് തകർന്നു വീഴാറായ കെട്ടിടത്തിൽ. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. കീം റാങ്ക് പട്ടികയ്ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് കേരള സിലബസ് വിദ്യാർത്ഥികൾ. മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതിനെതിരെയാണ് ഒരു കൂട്ടം കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. 1-ാം തീയതിയാണ് മാർക്ക് ഏകീകരണത്തിൽ പുതിയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചത്. ആദ്യ 100 റാങ്കിൽ കേരള സിലബസിൽ നിന്നുള്ള 43 കുട്ടികൾ ഇടം നേടിയിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ സംസ്ഥാന സർക്കാർ മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരമുള്ള പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പഴയ രീതി പ്രകാരം റാങ്ക് പട്ടിക പുറത്തിറക്കിയാൽ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ പിന്നിലാകുമെന്ന ആക്ഷേപം ശരിവെക്കുന്ന തരത്തിലുള്ളതായിരുന്നു പുതിയ റാങ്ക് പട്ടിക. 1-ാം റാങ്കിൽ ഉൾപ്പെടെ മാറ്റം വന്നിരുന്നു. ആദ്യ 100 റാങ്കിൽ 21 പേർ കേരള സിലബസിൽ പഠിച്ചവരും 79 പേർ CBSE സിലബസിൽ പഠിച്ചവരുമാണ്. ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ കേരള സിലബസുകാർ 43 പേരുണ്ടായിരുന്നു. ഡിവിഷൻ ബെഞ്ച് പുതിയ ഫോർമുല തള്ളിയെങ്കിലും അപ്പീൽ പോകേണ്ട എന്നാണ് സർക്കാരിന്റെ നിലപാട്. പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാൻ 1 മാസം കൂടി സമയം നൽകാൻ AICTE സർക്കാർ സമീപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 15 നിലവിലെ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ നീക്കം. സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് നിർണായകം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കീം പരീക്ഷാ വിവാദത്തിൽ മന്ത്രി R. ബിന്ദുവിനെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും സമസ്ത മുഖപത്രം. മന്ത്രി ഉന്നത വിദ്യാഭ്യാസ രംഗം കുളം തോണ്ടിയെന്നും വൈസ് ചാൻസലർമാർ മുഴുവൻ സംഘികളെന്നുമാണ് വിമർശനം. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രിയെ അതൊക്കെ ഇറക്കി വച്ച് വിദ്യാർത്ഥികളെ ഓർക്കണമെന്നും കുറ്റപ്പെടുത്തുന്നു. മന്ത്രി R. ബിന്ദു മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിൽ മന്ത്രിയെ പരിഹസിക്കുന്നത്. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി തൽക്കാലത്തേക്കെങ്കിലും അതൊന്ന് ഇറക്കി വെച്ച വിദ്യാർത്ഥികളെക്കുറിച്ച് ഓർത്തിരുന്നുവെങ്കിൽ കീമിന്റെ പേരിൽ കുട്ടികളും രക്ഷിതാക്കളും ഇങ്ങനെ തീ തിന്നേണ്ടി വരില്ലായിരുന്നുവെന്നും സുപ്രഭാതം വിമർശിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗം മന്ത്രി കുളം തോണ്ടി. +2 സ്കോറിന്റെ ക്രമീകരണമാണ് പ്രശ്നം. പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് നവംബറിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയിരുന്നുവെങ്കിലും ഏപ്രിലിലാണ് ഫോർമുല പരിഷ്കരണത്തിനായി കമ്മിറ്റിയെ വയ്ക്കുന്നത്. അതിനു മുൻപ് ഫെബ്രുവരിയിൽ തന്നെ കളിയുടെ നിയമാവലി പ്രസിദ്ധീകരിച്ചിരുന്നു. 2024 അതേ നിയമാവലി. പിന്നെ കളി തുടങ്ങിക്കഴിഞ്ഞ നിയമം മാറ്റിയെന്ന് പറഞ്ഞാൽ നിലനിൽക്കുമോ എന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. പുതിയ രീതി ഒരു വിഭാഗം കുട്ടികൾക്ക് ദോഷം ചെയ്യുമെന്നതിനെ പറ്റി യാതൊരു പഠനവും നടത്തിയില്ലെന്നും കുറ്റപ്പെടുത്തുന്ന മുഖപ്രസംഗത്തിൽ മന്ത്രിയെ പലയിടത്തും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുണ്ട്. വൈസ് ചാൻസലർമാർ മുഴുവൻ സംഘികളാണെന്നും അവരെ നയിക്കുന്നത് ചാൻസലർ എന്ന ഗവർണറാണെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല പിൻവാതിലിലൂടെ സംഘപരിവാർ ഭരിക്കുന്നുവെന്നും സമസ്ത പറയുന്നു. ബിരുദ പഠനം 3 നിന്ന് 4 വർഷമാക്കിയപ്പോഴും പ്രത്യേക പഠനം നടത്തിയില്ല. ചാൻസലർ എന്ന പിൻവാതിലിലൂടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പോൾ ഭരിക്കുന്നത് സംഘപരിവാറാണ്. തരം പോലെ അതിനെ പ്രീണിപ്പിച്ചും കെറുവിച്ചും ഇടതുപക്ഷവും നീങ്ങുന്നു. സർവകലാശാലകളെ കളറണിയിക്കുന്നതിൽ CPMന്റെ ചരിത്രം ഒട്ടും മോശമല്ലെങ്കിലും സംഘപരിവാറിന് കേരളത്തിൽ ഇടപെടാൻ രാഷ്ട്രീയ ധാർമ്മികതയുടെ പിൻബലമില്ലെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.
കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 2014 UDF ഹയർ സെക്കൻഡറി സ്കൂൾ സമയം നീട്ടിയിരുന്നു. അന്ന് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ വിവാദങ്ങൾ സംശയം ഉണ്ടാക്കുന്നു. ഒരു സംഘടനയെയും വെല്ലുവിളിച്ചിട്ടില്ല എന്നും ഇനി വെല്ലുവിളിക്കുവാനും ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയാടിസ്ഥാനത്തിൽ തന്നെ മാതൃകാപരമായി പോവുകയും ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. 2014 UDF ഭരണകാലത്ത് ലബ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറിയിൽ 5 വർക്കിംഗ് ഡേ ആക്കി കുറച്ചപ്പോൾ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ 9:30 എന്നത് 9 ആക്കിയും വൈകുന്നേരം 4 മണി എന്നത് 4:30 ഒക്കെ മാറ്റി. അതായത് രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം വർദ്ധിപ്പിച്ചു. അന്നൊന്നും ആർക്കും ഒരു പരാതിയില്ല. അന്ന് ഇത്തരത്തിൽ യാതൊരുവിധ തർക്കമോ പ്രതിഷേധമോ വിവാദമോ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം സംശയാസ്പദമാണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഗുരുപൂജ ചെയ്യുന്നതിനെ എതിർക്കേണ്ട കാര്യമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗുരുപൂജ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഗുരുപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബാലഗോകുലത്തിൻ്റെ ദക്ഷിണമേഖലയുടെ 50ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി ബാലരാമപുരത്ത് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ നടത്തിയതിൽ ഗവർണർക്ക് മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി. കാൽകഴുകൽ കേരള സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്നും നീചമായ സംഭവമാണെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്നും സർവീസ് റൂൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്തവർ ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. ഇത് RSSൻ്റെ അജണ്ടയാണ് ഗവർണറുടെ വായിലൂടെ വന്നത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ടും അധ്യാപകൻ്റെയോ മറ്റാരുടെയും കാല കഴിപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട സ്കൂൾ അധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കാനും പോവുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണറെ പോലുള്ള ഭരണത്തലവൻ ഇത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെ ദുഃഖകരമാണ്. നമ്മുടെ കൊച്ചു മക്കളെ കൊണ്ടാണ് കാല് കഴിപ്പിച്ചിരിക്കുന്നത്. അത് പാദപൂജ വിവാദത്തിൽ പ്രതികരണവുമായി തോമസ് ഐസക്. ഈ സംസ്കാരം തള്ളിക്കളഞ്ഞതാണ് കേരളം എവിടെ എത്തിയതെന്ന് തോമസ് ഐസക് കോഴിക്കോട് പറഞ്ഞു. വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറഞ്ഞതിൽ നിന്നും ഒരുപാട് മാറി ആ കാലത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ ആര് വന്നാലും അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കീം വിഷയം നേരത്തെ ശരിയാക്കേണ്ടതായിരുന്നു എന്നും തോമസ് ഐസക് പറഞ്ഞു. ഞങ്ങൾ ഈ സംസ്കാരമൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ് കേരളം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടാണ്. എത്ര അടി അകലത്തിൽ ഓരോ ജാതിയും മറ്റ് ജാതിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നിയമമുണ്ടായ സ്ഥലത്താണ്, ഭ്രാന്താലയം എന്ന് വിവേകാനന്ദൻ പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ആ സംസ്കാരത്തെയൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ആ കാലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഗവർണറല്ല വേറെ ആര് വന്നാലും അനുവദിക്കില്ല കേരളം. പാദപൂജ വിവാദത്തിൽ ഗവർണർക്ക് മറുപടിയുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. സ്ത്രീകൾക്കും ശൂദ്രർക്കും വിദ്യാഭ്യാസം നൽകുമ്പോൾ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നതും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എല്ലാം മഹത്വവൽക്കരിക്കുമ്പോൾ അങ്ങനെ ചില അപകടങ്ങളുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അധ്യാപകർ എങ്ങനെ ഇടപെടുന്നു എന്നനുസരിച്ച് കുട്ടികൾക്ക് ബഹുമാനം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും പഠിക്കാൻ അവസരം നൽകുകയാണെങ്കിൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞതും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ എല്ലാം മഹത്വവൽക്കരിക്കുമ്പോൾ ഇങ്ങനെ ചില അപകടങ്ങളുണ്ട്. ജനാധിപത്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന് അനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആരെ ഒന്നും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് അധ്യാപകരോട് ബഹുമാനം ഉണ്ടാകുക, അധ്യാപകർ എങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. സങ്കീർണമാകാനുള്ള സാധ്യതയില്ല. നമ്മൾ പ്രവേശന പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട്. വരുമ്പോൾ നോക്കാം. യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ പാസഞ്ചർ ലോക്കോമോട്ടീവ് കോച്ചുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചു.
74,000 കോച്ചുകളിലും 15,000 ലോക്കോ എഞ്ചിനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അനുമതി നൽകി. നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില ട്രെയിനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇത് ഫലം കണ്ടതോടെയാണ് വ്യാപകമായി ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഓരോ കോച്ചിലും കുറഞ്ഞത് 4 CCTV ക്യാമറകളാണ് സ്ഥാപിക്കുക. 100 കിലോമീറ്ററിലധികം വേഗതയും കുറഞ്ഞ പ്രകാശവുമുണ്ടെങ്കിൽ പോലും ഉയർന്ന റെസല്യൂഷനിൽ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്ന ക്യാമറകളാണ് സ്ഥാപിക്കുക. തിരുവള്ളൂരിൽ ഗുഡ്സ് ട്രെയിനിന് തീപിടിച്ച സംഭവം അട്ടിമറിയെന്ന സംശയം. പാളത്തിൽ 100 മീറ്റർ അകലെ വിള്ളൽ കണ്ടെത്തിയതാണ് സംശയത്തിന് ഇടയാക്കിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ 5:30ഓടെയാണ് ഗുഡ്സ് ട്രെയിന് തിരുവള്ളൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടിച്ചത്. ക്രൂഡ് ഓയിൽ കയറ്റിവന്ന ബോഗികളിലാണ് തീ പടർന്നത്. പ്രദേശത്ത് വലിയ തീയും പുകയും ഉയർന്നു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വാഗണുകളിൽ തീ പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ല. എന്നാൽ ട്രെയിൻ അപകടത്തിൽപ്പെട്ട സ്ഥലത്തിന് സമീപം ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. ഇതോടെ അട്ടിമറി സാധ്യതയും പരിശോധിക്കുകയാണ്. ട്രെയിൻ പാളം തെറ്റാനിടയാക്കിയത് ട്രാക്കിലെ വിള്ളലാണോ എന്ന നിലയിലാണ് പരിശോധനകൾ. അപകടം ആരക്കോണത്തിനും ചെന്നൈക്കുമിടയിലുള്ള ട്രെയിൻ സർവീസുകളെ സാരമായി ബാധിച്ചു. ചെന്നൈയിൽ നിന്നും പുറപ്പെടുന്ന 8 ട്രെയിനുകൾ റദ്ദാക്കി. 5 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. 8 ട്രെയിനുകൾ വൈകി ഓടുകയാണ്. യാത്രക്കാർക്കായി ബദൽ സംവിധാനങ്ങളും ഒരുക്കി. അപകടത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. കേരളത്തിൽ നിന്നുള്ള C. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനവും ഇറക്കി. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ C. സദാനന്ദൻ മാസ്റ്റർ RSS BJP നേതാവാണ്. രാഷ്ട്രീയ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു. 3 പതിറ്റാണ്ട് മുൻപ് CPM ആക്രമണത്തിൽ കാലുകൾ നഷ്ടമായ അദ്ദേഹം കൃത്രിമകാലിലാണ് സഞ്ചരിക്കുന്നത്. 22 വർഷങ്ങൾക്ക് മുൻപ് CPMന്റെ വധശ്രമത്തെ അതിജീവിച്ച വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ. CPM പ്രവർത്തകർ അദ്ദേഹത്തിന്റെ 2 കാലുകളും വെട്ടിയെടുക്കുകയായിരുന്നു. അന്ന് RSS ജില്ലാ സർക്കാര്യവാഹകായിരുന്നു മാസ്റ്റർ. 2016-ൽ കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് സ്ഥാനാർത്ഥിയായിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം മാസ്റ്റർക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയിരുന്നു. അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളുടെ പ്രതീകമെന്നും മോദി അന്ന് പറഞ്ഞിരുന്നു. നിലവിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പെന്ന് BJP പ്രതികരിച്ചു. അതേസമയം രാജ്യസഭയിൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ 4 ഒഴിവുകൾ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള അഭിഭാഷകനായ ഉജ്ജൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ, ചരിത്രകാരിയായ മീനാക്ഷി ജെയിൻ എന്നിവരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മറ്റുള്ളവർ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് പാർട്ടി ഒരു വലിയ ദൗത്യം തന്നെ ഏൽപ്പിച്ചുവെന്നും അത് താൻ ഏറ്റെടുത്ത് ഭംഗിയായി ചെയ്യുമെന്നും C. സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പാർട്ടിയുടെ വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ തനിക്ക് കഴിയുന്നതൊക്കെ ചെയ്യും. കണ്ണൂരിൽ അടക്കം ശാശ്വത സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് കാണുന്നത്. മിനിയാന്ന് ആരാധ്യനായ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചിരുന്നു, ഫോൺ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഇത്രമാത്രമാണ് പറഞ്ഞത്, ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്, അത് സ്വീകരിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് കാലത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർജി വിളിച്ചിട്ട് ഇതാണ് മാഷ് ഏൽപ്പിക്കുന്ന ദൗത്യം, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. മലബാർ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇങ്ങനെയൊരു നിയോഗം ഒരു കാര്യകർത്താവിനെ ഏൽപ്പിക്കുക എന്നുള്ളത് മഹത്വപൂർണ്ണമായ ഒരു പ്രതീക്ഷയുടെ ഫലമായിട്ടാണ്. സദാനന്ദൻ മാഷിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. CPM കേരളത്തിൽ BJP എങ്ങനെയാണ് അടിച്ചമർത്തുന്നത് എന്നത് രാജ്യം ചർച്ച ചെയ്യും. രാജ്യവും സർക്കാരും ജനങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ നോമിനേഷനിലൂടെ വ്യക്തമാകുന്നതെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തൃശ്ശൂരിൽ പറഞ്ഞു. C. സദാനന്ദൻ മാഷ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ സാധാരണ പ്രവർത്തകർ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് സദാനന്ദൻ മാഷ്. ഇനി അത് രാജ്യം ചർച്ച ചെയ്യട്ടെ. കേരള രാഷ്ട്രീയത്തിലെ രീതികൾ എങ്ങനെയാണ് BJPയെ അടിച്ചമർത്താൻ ശ്രമിച്ചതെന്നുള്ളത് ഇന്ന് മുതൽ അത് രാജ്യം ചർച്ച ചെയ്യും. ജനങ്ങൾ മനസ്സിലാക്കും, അതിൻ്റെ ഒരു സന്ദേശം പോകും. മാത്രമല്ല, കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്ക് ഈ പീഡനങ്ങളെല്ലാം ഏറ്റ സാധാരണ
സാധാരണ പ്രവർത്തകർക്ക് ഉള്ളൊരു മെസ്സേജാണ്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച ആളെയാണ് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ നോമിനേറ്റ് ചെയ്യാറുള്ളത്, അല്ലാതെ ഒരു പാർട്ടി പ്രവർത്തകനെ അല്ല എന്നും അതിൽ അധാർമികത ഉണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് ഒരു BJP പ്രവർത്തകനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതായിട്ട് അറിഞ്ഞു. സാധാരണ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ള ആളിനെയാണ് നോമിനേറ്റ് ചെയ്യാറുള്ളത്. ഇന്ന് വരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുമ്പോഴുള്ള കീഴ്വഴക്കം അതാണ്. ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളയാൾ, അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ള ആൾ, ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ, ഇവർ സുരേഷ് ഗോപിയെ പോലും സിനിമ നടൻ എന്നുള്ളതിനെ നമുക്ക് കാണാം. ഒന്നുമല്ലാതെ ഒരു BJP പ്രവർത്തകനെ നോമിനേറ്റ് ചെയ്യുന്ന നടപടി അധാർമികമാണ്. അതും രാഷ്ട്രപതി അങ്ങനെയുള്ള നോമിനേറ്റ് ചെയ്യുന്നവരുടെ പട്ടികയിൽ അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണമെന്ന സൂചന. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണപ്പെട്ട പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിക്കാണ് നിപ സംശയിക്കുന്നത്. മഞ്ചേരിയിലെ പ്രാഥമിക പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചു. ഫലത്തിനായി സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. ഇതോടെ 2 ആഴ്ചയ്ക്കിടെ നിപ ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം 2 ആയി. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മണ്ണാർക്കാട് ചിങ്ങിലേരി സ്വദേശിയായ 57-കാരൻ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ കണ്ടെത്തിയത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അന്തിമ ഫലം ലഭിക്കേണ്ടതുണ്ട്. സംഭവത്തെ തുടർന്ന് കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പാലക്കാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. DMO ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഈ മാസം 1-ാം തീയതി മങ്കട സ്വദേശിയായ 18-കാരി നിപ ബാധിച്ച് മരണപ്പെട്ടിരുന്നു. പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് നാട്ടുകൽ സ്വദേശിയായ യുവതി 2 ആഴ്ചയിലേറെയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. നിപ സ്ഥിരീകരിച്ചതോടെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുന്നതിനിടെയാണ് വീണ്ടും നിപ ബാധിച്ച മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര സംഘവും മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ സന്ദർശനം തുടരുകയാണ്. അതേസമയം സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 497 ആയി. അമൃത ന്യൂസ്, മലപ്പുറം. കേരളത്തിലെ ആരോഗ്യമേഖല ഒന്നാമതെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ശോചനീയ അവസ്ഥ തുടരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചോർന്നൊലിക്കുന്ന നെഞ്ചുരോഗ ആശുപത്രിയുടെ ദൃശ്യങ്ങൾ അമൃത ന്യൂസിന്. മഴവെള്ളം ഒലിച്ചിറങ്ങി പായൽ പിടിച്ച ഭിത്തികൾ, വെള്ളം ചോർന്നിറങ്ങുന്ന അകത്തളത്തിലെ ചുവരുകൾ, സിമന്റ് ഇളകി കമ്പികൾ പുറത്തു വന്ന കെട്ടിടങ്ങൾ, ഇതിനിടയിലൂടെ സഞ്ചരിക്കുന്ന കുറേ രോഗികളുടെ കാഴ്ചകൾ. ഇത് ഏതെങ്കിലും പ്രേത സിനിമയുടെ സെറ്റല്ല. നമ്പർ 1 കേരളത്തിൻ്റെ ഭാഗമായ തൃശൂർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ ആശുപത്രിയാണ്. മികവിൻ്റെ ഉദാഹരണങ്ങൾ നിരത്തി സർക്കാരും ആരോഗ്യമന്ത്രിയും ന്യായീകരിക്കുമ്പോഴും ദിനംപ്രതി ദയനീയ കാഴ്ചകളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പുറത്തുവരുന്നത്. മഴ പെയ്ത് നനഞ്ഞ ചുവരുകൾ കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ടാക്കുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അധികൃതർ പുറംതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും അതുപോലെ ചെസ്റ്റ് ആശുപത്രിയിലാണ് കൂടുതലായി ഇത്തരത്തിലുള്ള 2-3 ബിൽഡിങ്ങുകൾക്ക് ചോർച്ച കണ്ടുവരുന്നത്. അതിൻ്റെ പുറത്ത ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മതിലിലേക്ക് വെള്ളം വരുന്നുണ്ട്, ചെമുരുമ്പിലേക്കും വെള്ളം ഒഴുകി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ചുമരിൻ്റെ ബലക്ഷയം ഉണ്ടാവുകയും പെട്ടെന്ന് ചെമുര് വീഴുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണേണ്ടി വരും. തുടർച്ചയായി 3-4 ദിവസത്തെ മഴ പെയ്യുമ്പോൾ അവിടെ രോഗികളോ കൂട്ടിയിരിപ്പുകാരോ ഉണ്ടെങ്കിൽ അറിയാതെ കണ്ട് ചിലപ്പോൾ ആ ചെമുര് വീഴുന്നൊരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അടിയന്തരമായി ഫണ്ട് അനുവദിക്കുകയും ഇത്തരത്തിലുള്ള കെട്ടിടം ഉപയോഗിക്കാതെ രോഗികളെയും കൂട്ടിയിരിപ്പുകാരെയും ഒന്നും കടത്താതെ അത് പൂട്ടിയിടണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലെത്തിക്കുന്ന രോഗികൾക്ക് ചികിത്സ വൈകുന്ന അവസ്ഥ ഒന്നിലധികം ആംബുലൻസ് ഡ്രൈവർമാർ കഴിഞ്ഞയാഴ്ച വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പുറകെയാണ് നെഞ്ചുരോഗ ആശുപത്രിയിലെ ഞെട്ടിക്കുന്ന കാഴ്ച. അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന ആശുപത്രി കെട്ടിടങ്ങൾ പൂട്ടിയിടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ആരോഗ്യരംഗം തകർന്നു എന്ന് പറയുന്നവർ ശിശുമരണം നിരക്ക് പരിശോധിക്കണമെന്ന് തോമസ് ഐസക്. കേരളത്തിൽ 60% രോഗികളും സർക്കാർ ആശുപത്രികളിലാണ് ചികിത്സ തേടുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ 2-3 ലക്ഷം വില വരുന്ന ചികിത്സയാണ് സൗജന്യമായി നൽകുന്നത്. പൊളിച്ചു കളയേണ്ട കെട്ടിടങ്ങൾ പൊളിക്കണമെന്നും അത് വൈകരുതെന്നും തോമസ് ഐസക് പറഞ്ഞു.
തകർന്നു എന്ന് പറയുന്നവരെ ശിശു മരണ നിരക്കെടുക്ക് ഈ സർക്കാർ വരുമ്പോൾ 7-8 ആയിരുന്നില്ലേ, 6 മാതൃമരണ നിരക്ക് 40 ആയിരുന്നില്ലേ, ഇപ്പം താഴോട്ട് വന്ന് 12-13 എത്തിയിട്ടുണ്ട്. ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട് കേട്ടോ, തീർന്നിട്ടൊന്നുമില്ല, ഒത്തിരി ഇനിയും ചെയ്യാനുണ്ട്. ഇത്രയും കെട്ടിടം പണിയുമ്പോൾ പൊളിച്ചു കളയേണ്ടതൊക്കെ വേഗം പൊളിച്ചു കളയണം, അത് വൈകാൻ പാടില്ല, അതാണ് പാഠം. നാട്ടിക MLA CC മുകുന്ദനെ CPI ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. തൃശ്ശൂരിൽ നടന്ന CPI ജില്ലാ സമ്മേളനത്തിലായിരുന്നു നടപടിയെ തുടർന്ന് CC മുകുന്ദൻ ജില്ലാ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. സമ്മേളനത്തിൽ MLAക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിന് പിന്നാലെയായിരുന്നു നടപടി. സമ്മേളനത്തിലുടനീളം CC മുകുന്ദൻ MLAക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. നേരത്തെ പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന മുകുന്ദനെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. KE ഇസ്മായിലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുകുന്ദൻ ഇസ്മായിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. നവകേരള സദസ്സിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് മുകുന്ദൻ പോലീസിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. MLAയുമായി ബന്ധപ്പെട്ട നിരന്തര പരാതികളെ തുടർന്നാണ് നടപടി. VS സുനിൽകുമാർ അടക്കമുള്ളവർ തനിക്കെതിരെ സംസാരിച്ചുവെന്നാണ് CC മുകുന്ദൻ MLA പറഞ്ഞത്. അവരുടേതായ ആളുകൾക്ക് വേണ്ടിയാണ് തന്നെ ഒഴിവാക്കിയതെന്നും CC മുകുന്ദൻ MLA ആരോപിച്ചു. സമ്മേളനത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ രൂക്ഷ വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ ഉന്നയിച്ചത്. തൃശൂരിലെ തോൽവിയും ഭരണവിരുദ്ധ വികാരവുമെല്ലാം സമ്മേളനത്തിൽ ചർച്ചയായി. പാർട്ടി നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സമ്മേളനത്തിൽ പുതിയ CPM ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തിരഞ്ഞെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. CPM വയനാട് ഘടകത്തിൽ ഉടലെടുത്ത വിഭാഗീയ പ്രശ്നങ്ങളിൽ സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെടുന്നു. പാർട്ടിയിൽ കടുത്ത പൊട്ടിത്തെറികൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടയിലാണ് ആദ്യമായി സംസ്ഥാന നേതാക്കൾ വിഷയത്തിൽ ഇടപെടുന്നത്. ഈ മാസം 15-ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, KK ശൈലജ, MV ജയരാജൻ എന്നിവർ വയനാട്ടിലെത്തി വിഭാഗീയ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തും. വയനാട്ടിലെ മുതിർന്ന നേതാവ് AV ജയനെ തരം താഴ്ത്തിയ നടപടിക്ക് പിന്നാലെയാണ് CPMൽ അപ്രതീക്ഷിത പൊട്ടിത്തെറിയുണ്ടായത്. ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളും അണികളും പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയിൽ കടുത്ത അതൃപ്തിയിലാണ്. ഇതോടെ CPM ജില്ലാ നേതൃത്വം കടുത്ത പ്രതിരോധത്തിലായി. AV ജയന് എതിരായ നടപടി കടുത്ത വിഭാഗീയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന ആശങ്കയിലാണ് പാർട്ടി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റും പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവുമായ AV ജയനെ പാലിയേറ്റീവ് കെയർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചാണ് തരം താഴ്ത്തിയത്. വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ച CPM റിപ്പോർട്ടിന് പിന്നാലെ നടപടിയെടുക്കുകയായിരുന്നു. പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഇരളം ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് ജയനെ തരം താഴ്ത്തിയത്. കണിയാമറ്റ ലോക്കൽ കമ്മിറ്റിയിലും വിഭാഗീയത ചൂണ്ടിക്കാട്ടി പ്രവർത്തകർ രംഗത്തു വന്നു. പാർട്ടി നടപടിയിൽ പരസ്യപ്രതികരണം നടത്തിയ AV ജയൻ, കേണിച്ചിറ ലോക്കൽ സെക്രട്ടറി ജിഷ്ണു ഷാജി, AKS ജില്ലാ സെക്രട്ടറി AN പ്രസാദ് എന്നിവരെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. സംഘടനാ വിഷയങ്ങളോടൊപ്പം വയനാട് CPMലെ പ്രശ്നങ്ങളും നേതാക്കൾ പരിഗണിക്കും. അമൃത ന്യൂസ്, വയനാട്. പത്തനംതിട്ടയിലെ KPCC സമരസംഗമത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ്റെ വിമർശനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതും തീരുമാനിച്ചതും ജില്ലയിൽ ആരോടും ആലോചിക്കാതെയാണ്. സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കാരണം ഈ നിലപാടാണ്. അഭിപ്രായം തേടിയിരുന്നുവെങ്കിൽ 3 പേരെങ്കിലും ജയിക്കുമായിരുന്നു. സ്ഥാനാർത്ഥിത്വം ആരെയും അടിച്ചേൽപ്പിക്കരുത്. യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും PJ കുര്യൻ വിമർശിക്കുകയും SFIയെ പുകഴ്ത്തുകയും ചെയ്തു. എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, KSUവിൻ്റെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ TV-യിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഓരോ മണ്ഡലത്തിലും പോയി, അല്ലെങ്കിൽ മണ്ഡലത്തിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ചെറുപ്പക്കാർ ചെന്നാൽ ഒരു മണ്ഡലത്തിൽ 25 ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഈ ക്യാമ്പയിനൊക്കെ അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിക്കുക എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. എന്നാൽ അതേ വേദിയിൽ മുതിർന്ന നേതാവിന് മറുപടി നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിമർശനങ്ങളെ ശിരസ വഹിക്കുന്നു. കുടുംബസംഗമങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കുറവായിരിക്കാം, പക്ഷേ ആ കുറവ് തെരുവിലെ സമരങ്ങളിൽ ഇല്ല. PJ കുര്യൻ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരരംഗത്ത് പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുകയായിരുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു.
ശ്രീ കുര്യൻ സാറ് സംസാരമധ്യേ എന്നോട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം ജില്ലയിലെ ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ, സംസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവെന്ന നിലയിൽ ഞാനതിനെ ശിരസ വഹിക്കുന്നു. ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, കുടുംബസംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും. പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തും. ഇവിടെ ശ്രീമതി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ശബരിമലയിൽ പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠാകർമ്മം നടന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പകൽ 11-നും 12-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാകർമ്മം. തന്ത്രി കണ്ഠരര് രാജീവര് പുതിയ ശ്രീകോവിലിൽ നവഗ്രഹ പ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പൂർത്തിയാക്കി. ഇന്ന് രാവിലെ ഗണപതി ഹോമം, ബിംബശയ്യയിൽ ഉഷപൂജ, മരപ്പാണി ചടങ്ങുകൾക്ക് ശേഷമാണ് പ്രതിഷ്ഠാകർമ്മം നടന്നത്. നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം താഴികക്കുട പ്രതിഷ്ഠയും നടന്നു. അഭികാമ്യമായ ഭാഗത്തേക്ക് നവഗ്രഹ ശ്രീകോവിൽ മാറ്റി സ്ഥാപിക്കണമെന്ന ദേവപ്രശ്ന വിധി പ്രകാരമാണ് പുതിയ ശ്രീകോവിലിന്റെ നിർമ്മാണം. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ ശ്രീകോവിൽ. പ്രതിഷ്ഠയോടനുബന്ധിച്ച ചടങ്ങുകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി നട അടച്ച ശേഷം 16-ാം തീയതി വൈകിട്ട് 5-ന് കർക്കിടക മാസ പൂജകൾക്കായി വീണ്ടും നട തുറക്കും. അമൃത ന്യൂസ്, സന്നിധാനം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. രാവിലെ 11-ന് ക്ഷേത്രമുറ്റത്തെ ആനക്കൊട്ടിലിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഭദ്രദീപം കൊളുത്തി വള്ളസദ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ്, ആന്റണി എം പി, പ്രമോദ് നാരായണൻ MLA തുടങ്ങിയവർ ഇലയിൽ വിഭവങ്ങൾ വിളമ്പി. ഒപ്പം ക്ഷേത്രമുറ്റത്തേക്ക് വഞ്ചിപ്പാട്ട് പാടിയെത്തിയ പള്ളിയോടത്തെ സ്വീകരിച്ച് ആനയിച്ചു. ഇക്കൊല്ലം 400-ലധികം വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യകൾ നടക്കുക. ഗുരുവിൻ്റെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ ദുഃഖവിമോചനം സാധ്യമാകൂ എന്ന് മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ പനങ്കാവ് മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി പറഞ്ഞു. ഗുരുപൂർണിമ ആഘോഷത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. മഹാഗണപതി ഹോമത്തോടെയായിരുന്നു ആഘോഷത്തിന് തുടക്കം. ഗുരുപാദുക പൂജ, ഗുരുപൂർണിമ സന്ദേശം, ഭജന, ഗുരുഹോമം എന്നിവയും നടത്തി. ബ്രഹ്മചാരിണി മിനിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഗുരുഹോമം. അഹമ്മദാബാദ് വിമാനാപകടത്തിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പൈലറ്റുമാരുടെ സംഘടന. അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാണ് സംഘടനയുടെ ആവശ്യം. പൈലറ്റുമാരെ മാത്രം ബലിയാടാക്കി ബോയിങ് അടക്കമുള്ള കമ്പനികളെ രക്ഷിക്കുവാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് ആക്ഷേപം. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്. പൈലറ്റുമാരുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പൈലറ്റുമാരുടെ സംഘടന ആശങ്ക രേഖപ്പെടുത്തുന്നത്. അന്വേഷണ സംഘം കണ്ടെത്തിയ രേഖകളും റെക്കോർഡർ വിവരങ്ങളും പുറത്തുവിടണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ 4 സെക്കൻഡുകൾ വ്യത്യാസത്തിൽ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുൻപേ വിമാനം തകർന്നു വീണു എന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 15 പേർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്നു. 2:09 മേഡേ കോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് വന്നിരുന്നുവെങ്കിലും തിരിച്ച് കോക്പിറ്റിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം അഹമ്മദാബാദിന് സമീപം തകർന്നു വീഴുകയായിരുന്നു. അതേസമയം റിപ്പോർട്ട് പാർലമെന്റിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അവ്യക്തമായ റിപ്പോർട്ടിൽ പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്. അന്വേഷണം കൂടുതൽ സുതാര്യമാക്കണം എന്നാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക്, അമൃത TV. കോഴിക്കോട് കൂടരഞ്ഞിയിലെ കൊലപാതകത്തിൽ മരിച്ചയാളുടെ രേഖാചിത്രം തയ്യാറാക്കിയ പോലീസ്. 39 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ആളുടെ രേഖാചിത്രമാണ് തയ്യാറാക്കിയത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് തിരുവമ്പാടി പോലീസ് ചിത്രം തയ്യാറാക്കിയത്. 1986-ൽ തൻ്റെ 14-ാം വയസ്സിൽ കൂടരഞ്ഞിയിൽ ഒരാളെ തോട്ടിലേക്ക് തള്ളിയിട്ടു കൊന്നു എന്നാണ് വേങ്ങര സ്വദേശി മുഹമ്മദ് അലി മൊഴി നൽകിയത്. പിന്നീട് രണ്ടാമത്തെ കൊലപാതകത്തെപ്പറ്റിയും ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. 1989-ൽ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കടപ്പുറത്ത് സുഹൃത്തിനൊപ്പം ചേർന്ന് ഒരാളെ കൊന്നു എന്നായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. കൊച്ചിയിൽ ലഹരി കേസിൽ പിടിയിലായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ റിൻസി മുംതാസിൻ്റെ സിനിമാ ബന്ധങ്ങൾ പരിശോധിച്ച് പോലീസ്.
സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് റിൻസി ലഹരി എത്തിച്ചു നൽകി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നീക്കം. അതേസമയം റിമാൻഡിൽ കഴിയുന്ന റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. സിനിമാ മേഖലയിലെ പ്രമുഖരുമായി റിൻസിക്ക് ഇടപാടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ഇടപാട് നടത്തിയവരുടെ ലിസ്റ്റ് ശേഖരിച്ചിട്ടുണ്ട്. 6 മാസത്തിനിടെ റിൻസിയുമായി സ്ഥിരം സംസാരിച്ച 30 പേരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. ഇവരുടെ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് ലഹരി ഇടപാടിന്റെ കണക്കുകളും ലഭിച്ചു. ചില സിനിമാ താരങ്ങളെ ഫോണിൽ വിളിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. റിമാൻഡിൽ കഴിയുന്ന റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. ഇതിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും താരമാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിനി റിൻസി മുംതാസ്. മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിത. അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രമോഷനും മറ്റ് പ്രചരണ പരിപാടികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നു. റിൻസിയുടെ സഹായിയായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അറസ്റ്റിലായ യാസർ അറാഫത്ത്. ലഹരി എത്തിച്ചു നൽകിയതും വേണ്ടവർക്ക് കൈമാറുന്നതുമെല്ലാം യാസറായിരുന്നു. സിനിമ PR കമ്പനിയായ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സിന്റെ ഭാഗമായിരുന്നു റിൻസി. ലഹരി കേസിൽ അറസ്റ്റിലായതോടെ റിൻസിയെ ഒബ്സ്ക്യൂറ തള്ളിപ്പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി.